എൻ്റെ പേര് സോളി ജോസഫ്. ഞാൻ വെമ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ഓൾറെഡി ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ സാക്ഷ്യം. അന്നത്തെ ആ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീട് ഇല്ലായിരുന്നു. 8-10 വർഷമായിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞെങ്കിലും വാടകയ്ക്ക് വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ആ സമയത്ത് വീട് കിട്ടിയൊരു സാക്ഷിയായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 വർഷമായി വീട് വെച്ചിട്ട്. പക്ഷേ വീട് വെച്ചെങ്കിലും ഞങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല. കാര്യം ഹസ്ബൻഡ് വർക്ക് ചെയ്തുകൊണ്ട് ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഓണം ക്രിസ്മസ് ആ സമയത്ത് ഇവിടെ വരാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും അങ്ങനത്തെ സങ്കടം തോന്നിയില്ല. പക്ഷേ പിന്നെ ഭയങ്കര സങ്കടം തോന്നി. കാര്യം 8-10 വർഷമായിട്ട് വീടില്ലാതിരുന്നിട്ടും വീട് കിട്ടിയപ്പോൾ ഒന്ന് താമസിക്കാൻ പോലും പറ്റുന്നില്ല ഓർത്ത് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ അന്നോട്ട് മാതാവിനോട് പ്രാർത്ഥിക്കാൻ, മാതാവേ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്ങനെയെങ്കിലും അവിടെ സ്ഥിരമായിട്ടൊന്ന് എനിക്ക് താമസിക്കണം. അത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാനിവിടെ ഉടമ്പടിയിൽ പുതുക്കാൻ വരുമ്പോൾ ഞാൻ മാതാവിനെ ഇവിടെ നിയോഗമായിട്ട് ഞാൻ എഴുതിയിട്ടു. എനിക്കിങ്ങനെ സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് സന്തോഷത്തോടെ താമസിക്കാൻ പറ്റണം. അതെന്ത് സാഹചര്യം ഒന്നും എനിക്കറിയില്ലായിരുന്നു. ആ സമയത്താണ് ഹസ്ബൻഡ് ഓഫീസിൽ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നത്. കാരണം അവരുടെ ഓഫീസ് ഇവിടുന്ന് ആദ്യം പറഞ്ഞു ഇങ്ങനെ പിരിച്ചുവിടാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ടെൻഷനായി. കാര്യം ഞങ്ങൾക്ക് ഓൾറെഡി ലോൺ ഒത്തിരി ഉണ്ടായിരുന്നു, വീട് വെച്ചതിൻ്റെ ലോണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ടെൻഷനായി. അപ്പോൾ ശരിക്കും വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാര്യം എന്താണെന്ന് അറിയില്ലായിരുന്നു. കാരണം ജോബും കൂടി ഇല്ലാതെ വന്ന ആൾക്കാർ, എനിക്കും ജോബില്ല, ഞാൻ നേഴ്സാണ്, പക്ഷേ എനിക്കും ജോബില്ല. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോബില്ലാതെ വന്നുള്ള അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കമ്പനി ആ തീരുമാനം മാറ്റി, മീൻസ് പൂട്ടുന്നില്ല അവർ, പക്ഷേ കമ്പനി ഷിഫ്റ്റ് ചെയ്യുകയാണ്, ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കും ഷിഫ്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് അതും പറ്റത്തില്ലായിരുന്നു. കാര്യം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഈ സെയിം സാലറിയിൽ ഒരാൾ മാത്രം ജോബ് ചെയ്യുക എന്ന് വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിള്ളേരുടെ പഠിത്തം ചിലവ് എല്ലാം കൂടി ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഫെബ്രുവരി ആയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു റിസൈൻ കൊടുക്കുവാണെങ്കിൽ നല്ലൊരു തുക എക്സിറ്റ് പേയ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അത് എത്രയാണെന്ന് ആദ്യം അവർ പറഞ്ഞില്ല. നല്ലൊരു തുക എക്സിറ്റ് പേയ്മെൻറ്റ് കിട്ടും. അതുകൂടാതെ ഇപ്പോൾ റിസൈൻ ചെയ്യുവാണെങ്കിൽ സാധാരണ ഒരു 1 മന്ത് റിസൈനൊക്കെ ഞാൻ എല്ലായിടത്തും കേട്ടിട്ടുള്ളൂ. പക്ഷേ അവരൊരു ഓഫർ കൂടി തന്നു, ഡിസംബർ വരെ നമുക്ക് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. മാർച്ചിൽ നമ്മൾ റിസൈൻ കൊടുക്കും, അങ്ങ് ഡിസംബർ വരെയും സെയിം സാലറി സെയിം ആനുകൂല്യങ്ങളൊക്കെ ഡിസംബർ വരെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു. കാര്യം അത് ജോബ് പോകുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് 1-2 കാര്യങ്ങൾ അതുവഴി ലഭിച്ചു. കാര്യം എക്സിറ്റ് പേയ്മെൻറ്റ് നല്ലത് കിട്ടിയോടെ ഞങ്ങളുടെ കടങ്ങളൊരു പകുതി മുക്കാലോളം ഞങ്ങൾക്ക് തീർന്നു കിട്ടി. കാര്യം ഞങ്ങൾക്ക് വേറൊരു ഇതും കൂടി ഉണ്ടായിരുന്നു, തീർന്നു കിട്ടി. അതുകൂടാതെ ഡിസംബർ വരെ ഞങ്ങൾക്ക് ലോൺ എങ്ങനെ പോകുന്ന ടെൻഷനായിരുന്നു. കാര്യം ഇപ്പോൾ പെട്ടെന്ന് റിസൈൻ കൊടുക്കേണ്ടി വന്നാൽ ലോൺ അടയ്ക്കാൻ പറ്റുമല്ലോ. പക്ഷേ അത് ഡിസംബർ വരെയും നമുക്ക് ജോബും ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് വലിയൊരു ആഗ്രഹമായിരുന്നു തിരിച്ച് നാട്ടിലേക്ക് ഇവിടെ വന്ന് കോട്ടയത്ത് വന്ന് സെറ്റിൽ ചെയ്യാം. അതും വലിയൊരു ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് ഡിസംബർ വരെ കുഴപ്പമില്ല. അപ്പോൾ ഡിസംബർ ആയപ്പോൾ പിന്നെയും ടെൻഷൻ തുടങ്ങി. കാരണം ഡിസംബറോടെ ജോബ് തീരുവാണല്ലോ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ പക്ഷേ വർക്ക് ഫ്രം ഹോം തന്നെ വേണം. കാര്യം തിരിച്ച് നാട്ടിൽ വരുമ്പോൾ ഇവരുടെ ഫീൽഡിലായതുകൊണ്ട് വർക്ക് ഫ്രം ഹോം കിട്ടാൻ ഭയങ്കര പാടാണ്. കുറേ സ്ഥലത്ത് അപ്ലൈ ചെയ്തായിരുന്നു. അവസാനം ഡിസംബർ ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് വർക്ക് ഫ്രം ഹോം തന്നെ നല്ലൊരു ജോബ് കിട്ടി. വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് അത്യാവശ്യം ജീവിക്കാവുന്ന സാലറിയിൽ നല്ലൊരു വർക്ക് ഫ്രം ഹോം ജോബ് കിട്ടി. ഇപ്പോൾ ഞങ്ങളതിന് കോട്ടയത്ത് ഇപ്പോൾ ഒരു സന്തോഷമായിട്ട് താമസിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, ഞാനൊരു നേഴ്സാണ്. ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ജോബിന് പോയിട്ടില്ല. കാര്യം ഹസ്ബൻഡ് ടെക്നോ പാർക്കിലായതുകൊണ്ട് തന്നെ പുള്ളിക്ക് 3 ഷിഫ്റ്റ് ആയിരിക്കും. അപ്പം 3 ഷിഫ്റ്റ് ആകുമ്പോൾ എനിക്കും നേഴ്സിംഗ് ഫീൽഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് 3 ഷിഫ്റ്റ് ആയിരിക്കും. ജോബിന് പോകാൻ പറ്റത്തില്ല. 2 പേരും ഷിഫ്റ്റിന് പിള്ളേരെ നോക്കാൻ ആരെങ്കിലും പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ 11 വർഷത്തോളം എനിക്ക് ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ജോബ് പല സ്ഥലത്തും നോക്കി. കാരണം പുള്ളി ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പോകാം ഷിഫ്റ്റിന് എവിടെയും. കാരണം വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ടല്ലോ. കുറേ സ്ഥലത്ത് നോക്കി, ഹോസ്പിറ്റലെല്ലാം അന്വേഷിച്ചു. പക്ഷേ ഇത്രയും വർഷത്തെ ഗ്യാപ്പ് ആയതുകൊണ്ട് ആരും തന്നെ ഇത് ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചാൻസ് എന്നുള്ളതിൽ ഒരു ഹോസ്പിറ്റലിൽ കൂടി ഞാൻ കൊടുത്തു. കഴിഞ്ഞ ദിവസം അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പല രീതിയിലും പല ഹോസ്പിറ്റലിൽ റെക്കമെൻഡ് ചെയ്ത് എൻ്റെ ബ്രദറും ഒക്കെ ആയിട്ട് റെക്കമെൻഡ് ചെയ്തൊക്കെ നോക്കി. എല്ലാവരും പറഞ്ഞു 1-2 വർഷമാണെങ്കിലും ഒരു കുഴപ്പമില്ലായിരുന്നു, ഇത്രയും വർഷമല്ലേ, അപ്പോൾ ഒട്ടും കിട്ടത്തില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കൊരു ജോബ് തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തരണം. കാര്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവിടെ വന്നപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ടൊരവസ്ഥ, ഒന്നുമില്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് കിട്ടുവാണെങ്കിൽ ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച, മാതാവിൻ്റെ ദിവസം ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച എനിക്കത് കിട്ടണം, എന്നാലല്ലേ മാതാവ് തന്നാന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ എനിക്ക് ശനിയാഴ്ച ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ശനിയാഴ്ച എനിക്ക് കോൾ വന്നു.
എൻ്റെ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവരോട് പറഞ്ഞു എനിക്ക് 11 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ ഡീറ്റെയിൽസ് ചോദിച്ചു, എല്ലാം ചോദിച്ചു, പിള്ളേർ എത്രയുണ്ട് എല്ലാം ചോദിച്ചു. ഡ്യൂട്ടിക്ക് വരുന്നതിന് കുഴപ്പമൊന്നുമില്ലോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. സെക്കൻഡ് ഇൻ്റർവ്യൂ വീണ്ടും ഉണ്ടായിരുന്നു, അത് ബുധനാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു സെലക്ഷനായി. ഇന്നലെ എനിക്ക് ലാസ്റ്റ് ഇതായിരുന്നു. ഇന്നലെ വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞു ജൂലൈ 1 തൊട്ട് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അതിൻ്റെ 2ാമത്തെ സാക്ഷിയായിരുന്നു. അടുത്ത സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ സർട്ടിഫിക്കറ്റ് ഒരു പ്രാവശ്യം ഒരു 3-4 മാസം മുമ്പായിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും കാണുന്നില്ലായിരുന്നു, എൻ്റെ ഒറിജിനൽസ്. ഞാനൊരു ഫയലിലാണ് വെച്ചിരുന്നത്. ഞങ്ങൾക്ക് അവിടെ ട്രിവാൻഡ്രം എന്ന് വെച്ചാൽ 2 ഷെൽഫേ ഉള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മേളിലും താഴത്തെ ഓരോ റൂമുകളുണ്ട്, 2 ഷെൽഫേ ഉള്ളൂ. അപ്പോൾ താഴത്തെ റൂമിലുള്ള ആ ഷെൽഫിലാണ് ഞങ്ങൾ ഫയലും ഇമ്പോർട്ടൻസ് ID കാർഡ് അങ്ങനെ എല്ലാം വെക്കുന്ന ആ ഷെൽഫിലാണ്. ആ ഷെൽഫിൽ നോക്കിയിട്ടൊന്നും എൻ്റെ ഇത് കാണുന്നില്ല. മേളത്തെ ഷെൽഫിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മേളത്തെ ഒരു ഷെൽഫുള്ളത് ഡ്രസ്സ് മാത്രം വെക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ശരിക്കും തകർന്നു പോയി. കാരണം എന്ന് വെച്ചാൽ എനിക്കുണ്ടായിരുന്ന ഒരു പിടിവള്ളി എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. എവിടെയെങ്കിലും കയറണമെങ്കിലും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എന്നിട്ട് ഇവിടെ കോട്ടയത്ത് വന്ന് ഇവിടെ പുതിയ വീട്ടിൽ ഇനി അവിടുത്തെ അലമാരിലുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ആരോടും പറയാതെ ഇവിടെ കോട്ടയത്ത് വന്ന് ആരോടും പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ വഴക്കിടും. അതുകൊണ്ട് ഞാൻ അവിടെ നോക്കിയപ്പോൾ അവിടെയും കബോർഡിലില്ല. ഇവിടെ വന്നു. അപ്പം ഞാൻ മാതാവിനോട് മാതാവ് എവിടെയുണ്ട്, പക്ഷേ എവിടെയാണെന്ന് എനിക്കറിയില്ല, എവിടെയുണ്ട്. ഈ 2 കബോർഡ് അല്ലാണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള സാധനം വെക്കാൻ വേറെ ഒരു സ്ഥലമില്ല. അങ്ങനെ ഒരു 1 വീക്കോളം ഇങ്ങനെ ആകെ കരഞ്ഞ് ടെൻഷൻ. ഞാൻ പറഞ്ഞു മാതാവ് എവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ജോബൊക്കെ നേരത്തെ കഴിഞ്ഞ് മേളിൽ പോയി റൂമിൻ്റെ മേളത്തെ റൂമിൽ പോയിട്ട് ചുമ്മാ അവിടെ എന്തോ ഇത് ചെയ്യുന്നപ്പോഴത്തേക്ക് എന്തോ ചുമ്മാ മേളിലേക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ ഈ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ മേളിൽ വെക്കും ഷെൽഫിൻ്റെ സൺഷെയ്ഡിൻ്റെ മേളിലായിട്ട് ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ താഴെ എന്തോ ഒരു ബ്ലാക്ക് ഇതുപോലെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കയറണം, നമുക്ക് കൈ കൊണ്ട് എത്താൻ പറ്റത്തില്ല. കസേര ഇട്ട് മേളിൽ കയറി വേണം ആ പാത്രങ്ങൾ എടുക്കണമെങ്കിൽ പോലും. അപ്പോൾ പുള്ളി ഇതുപോലെ തന്നെ കസേര ഇട്ടിട്ട് മേളിൽ കയറി ജസ്റ്റ് എന്താ ബ്ലാക്ക് നോക്കിയപ്പോൾ എൻ്റെ ഫയൽ ആ അങ്ങേയറ്റത്തെ മൂലയിലായിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. അതെനിക്ക് വലിയൊരു ഇതായിരുന്നു. കാര്യം എങ്ങനെ അവിടെ പോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. കാരണം അവിടെ ആ ഇത് വെക്കുക. കാരണം പുള്ളിയുടെ പോലും സർട്ടിഫിക്കറ്റ്സ് ഒറിജിനൽസ് എല്ലാം ഇരിക്കുന്നത് താഴത്തെ റൂമിൽ ആ ഫയലിലാണ്. പക്ഷേ എങ്ങനെ അത് അവിടെ മേളിൽ പോയെന്ന് ചോദിച്ചാൽ അത് വലിയൊരു അത്ഭുതമാണ്. ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ ആധ്യാത്മിക ജീവിതത്തിലാണെങ്കിൽ ഞാൻ പണ്ടൊന്നും അധികം അങ്ങനെ ഞാൻ പള്ളിയിലൊന്നും പോകത്തില്ല, ഡെയിലി കുർബാനയ്ക്കൊന്നും പോകത്തില്ലായിരുന്നു. കാരണം കൊച്ചുണ്ട്, കൊച്ചിനെ സ്കൂളിൽ വിടണം. അപ്പോൾ ആ ഒരു കാരണം ഞാൻ തന്നെ പറഞ്ഞ് ഞാൻ തന്നെ വീട്ടിലിരിക്കുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ ഇപ്പോൾ 2 കൊച്ചുങ്ങളും സ്കൂളിൽ പോകുന്നുണ്ട്, ഞാനും ഹസ്ബൻഡും ഡെയിലി ഇപ്പോൾ പള്ളിയിൽ പോകുന്നുണ്ട്. അത് വലിയൊരു മാറ്റമാണ്. പിന്നെ കാരുണ്യപ്രവർത്തനങ്ങൾ അവിടെയാണെങ്കിൽ ഞങ്ങൾ അവിടെ RCCയിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ എല്ലാ മാസം തന്നെ ഫുഡ് കൊണ്ട് കൊടുക്കുകയും പിന്നെ പത്രം അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഒക്കെ വിതരണം ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ലൂക്ക 1:37 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. തൻ്റെ 2ാമത്തെ അനുഭവ സാക്ഷ്യം സോളി ജോസഫ് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുമ്പോൾ തങ്ങൾക്ക് ലഭിച്ച ഭവനത്തിൽ താമസിക്കുവാൻ തങ്ങൾക്ക് പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയൊക്കെ, അതായത് സ്വന്തമായിട്ട് ഭവനമില്ലാതിരുന്നവർക്കൊരു ഭവനം ലഭിച്ചു കഴിയുമ്പോൾ പിന്നീട് തങ്ങളുടെ മറ്റു പല ജോലിയുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ കൊണ്ട് അതിന് പറ്റാതെ വന്നപ്പോൾ എങ്ങനെ പിന്നീട് അതിനൊക്കെ ഒരു ആ അതിന് തടസ്സങ്ങളെന്ന് തന്നെ നമുക്ക് പറയാം. അതെല്ലാം എങ്ങനെ മാറുന്നു, ജോലി പിന്നെ വർക്ക് ഫ്രം ഹോമായി കിട്ടുന്നതും എല്ലാ ആനുകൂല്യങ്ങളുമൊക്കെ തങ്ങൾക്ക് ലഭിച്ച് റിസൈൻ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നതും ഇതൊക്കെയാണ് ഹസ്ബൻഡിൻ്റെ ജോലിയുടെ കാര്യമാണ്. അതിനുശേഷം 11 വർഷത്തെ ഗ്യാപ്പ്. ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ജോലിയിലായിരിക്കുന്നവർക്കത് മനസ്സിലായില്ലെങ്കിലും ഒരു വർഷത്തെ ഗ്യാപ്പ് പോലും ഒത്തിരി സീരിയസ് ആയിട്ട് കാണുന്ന ഒരു സാഹചര്യത്തിൽ 11 വർഷത്തെ ഗ്യാപ്പിലൊക്കെ ഒരു ജോലി ലഭിക്കുക. അപ്പോൾ ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുന്നതാണ് പരിശുദ്ധ അമ്മ. അതായത് കാനായിലെ കല്യാണ വിരുന്നിൽ ആ വീഞ്ഞില്ലാത്ത ആ അവസ്ഥ, അത് ശൂന്യതയുടെ അവസ്ഥയാണ്. അവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കുടുംബത്തിൻ്റെ മൊത്തം പ്രശ്നമായിട്ടത് മാറും. യഹൂദർക്ക് അവരുടെ വിവാഹ വിരുന്നിൽ വീഞ്ഞ് അതിപ്രധാനമാണ്. അപ്പോൾ വീഞ്ഞില്ലാത്ത ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ അവർക്ക് ജീവിക്കുന്നത് തന്നെ പിന്നീട് കഷ്ടം എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്ന സാഹചര്യങ്ങളാണ്. ആ
ആ അവസ്ഥയിലാണ് അമ്മ ആ ശൂന്യത എങ്ങനെ മാറ്റുന്നു. ആരും പറഞ്ഞിട്ടല്ല, അമ്മ അതറിയുന്നു. അമ്മ ഈശോയോട് പറയുന്നു. സമയമായിട്ടില്ല എന്ന് ഈശോ ഒറ്റ വാക്കിൽ പറയുന്നുണ്ട്. എന്നാലും തൻ്റെ അമ്മയുടെ വാക്കുകളെ ഈശോ ആദരിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ മകളും പുത്രൻ തമ്പുരാൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമാണ് പരിശുദ്ധ കന്യകാമറിയം. ഈ അമ്മ പറയുന്നതൊന്നും സ്വർഗത്തിന് നിഷേധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ സ്വർഗം ചോദിച്ചതൊക്കെ കൊടുത്തവളാണ് അമ്മ. അപ്പോൾ ഈ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക. അമ്മ ഈ ആലയത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത് ഈ ദുരന്തമുണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്നതാണെങ്കിൽ ഓരോരോ കാര്യങ്ങളിൽ അമ്മ എങ്ങനെയാണ് പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കുടുംബത്തെ, വ്യക്തികളെ ഇന്ന് ഒരുക്കുന്നത്. അങ്ങനെ തങ്ങളുടെ ജീവിതത്തിലും പല തടസ്സങ്ങളും മാറുന്നു, ജോലി ലഭിക്കുന്നു, നഷ്ടപ്പെട്ടു പോയ തൻ്റെ സർട്ടിഫിക്കറ്റ് അതൊക്കെ ലഭിക്കുന്നതിന് കാരണമാകുന്നതൊക്കെ അതൊക്കെ എങ്ങനെയെന്ന് ഇവർക്ക് പോലും അറിയില്ല. അതൊക്കെയാണ് നമുക്ക് നമ്മുടെ മുൻപിൽ പറയുന്നത്. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന്. തൻ്റെ കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, ആത്മീയ ജീവിതം, ഒരു കുഞ്ഞ് ഉണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് പള്ളിയിൽ പോകാൻ സമയമില്ല, കുട്ടികളെ സ്കൂളിൽ വിടണം. ജോലിയുണ്ടെങ്കിൽ ജോലിയുണ്ട്, അതുകൊണ്ട് പോകാൻ പറ്റില്ല. ജോലി ഇല്ലാത്തവരാകുമ്പോൾ നാം ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജോലി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പിന്നീട് പള്ളിയിൽ പോകാൻ സമയമില്ല എന്ന് പറയും. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. അപ്പോഴിങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളിൽ ഉടമ്പടി എടുക്കുമ്പോഴേ നാം കർത്താവിനോടാണ് വാക്ക് കൊടുക്കുക. അപ്പോഴവിടെ പിന്നെ അതിന് വേറൊരു മാർഗമില്ല. നാം ആ വാക്ക് പാലിക്കണം. ഇന്ന് ഈ മകളും കുടുംബവും കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നു. ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നു. മറ്റ് കൂദാശ ജീവിതമൊക്കെ ഒത്തിരിയേറെ തീക്ഷ്ണതയോടെ മുമ്പോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അതൊക്കെ തന്നെ ഉടമ്പടിയുടെ ഫലങ്ങൾ തന്നെയാണ്. നമുക്ക് ഈ കുടുംബത്തെ ദൈവതൃക്കരങ്ങളിൽ സമർപ്പിച്ച് കൂടുതൽ കൃപകൾ ഇവർ നേടി ഇനിയും ദൈവം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.